നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം, 980 മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് കോട്ടയത്താണ്. കോട്ടയത്ത് ഇത് ആഘോഷിക്കുമ്പോൾ മലങ്കര സഭയിലെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ അന്ന് 3 ഭദ്രാസനങ്ങളേ ഉള്ളൂ. തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും ബത്തേരി ഭദ്രാസനവും. 79 രൂപം കൊണ്ട ബത്തേരി രൂപതാംഗമാണ് അന്ന് ഞാൻ മിഷണറി ആകുവാൻ അവിടെ ചേർന്നതാണ്. ഒരു വർഷത്തിന് ആ സമയം. അതിൻ്റെ പിറ്റേ വർഷമാണ് ഈ സുവർണ ജൂബിലി. വലിയ ആൾക്കൂട്ടമൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് അവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള നാഗമ്പടം മൈതാനിയിലാണ് ഈ വലിയ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മദർ തെരേസ അന്നത്തെ ഒരു മുഖ്യ അതിഥിയാണ്. ഈ മദർ തെരേസയെയും ഇന്നത്തെ വിശിഷ്ട അതിഥികൾ മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ ലഡിസ്ലാവു കാർഡിനൽ റൂബിൻ, അതുപോലെ തന്നെ മെൽഖൈറ്റ് പാത്രിയർക്കീസ് ബാവ, സുറിയാനി കത്തോലിക്ക പാത്രിയർക്കീസ് ബാവ, ഇവരെല്ലാം സന്നിഹിതരായിരിക്കുന്ന ഒരു വേദിയിൽ മദർ തെരേസയെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അനേകരുടെ കയ്യിലൊക്കെ പിടിച്ചു നിൽക്കുന്ന അനേകരുടെ കൂട്ടത്തിൽ ഞാനും സെമിനാരിക്കാരനാണ്. ഞാൻ അന്ന് അവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കി മദർ തെരേസയെ ഒന്ന് കണ്ടു. ഞാൻ ഈ ഒരു കാഴ്ച പറയുന്നത് 80 പുനരൈക്യ സുവർണ ജൂബിലിയിലെ മദർ തെരേസയെ ഒന്ന് കാണാൻ വേദിയിൽ ഒരിക്കലും നമുക്ക് പ്രവേശനം കിട്ടത്തില്ല. ഞാനൊരു സാധാരണ സെമിനാരിക്കാരൻ. അങ്ങനെ ഒരു ക്രമീകരണം ഇല്ലല്ലോ. അത് നമ്മളെ സംഘാടകരുടെ പ്രശ്നമല്ലല്ലോ, നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് അനേകരുടെ തിരക്കിനിടയിൽ നിന്ന് ഉയരം വളരെ കൂടുതലായതിനാൽ കഷ്ടപ്പെട്ട് ഞാനത് കണ്ടത് ഓർക്കുന്നു. അത് ഓർമ്മപ്പെടുത്തുന്നത് ദൈവേഷ്ടമായാൽ 2030 സുവർണ ജൂബിലി, അല്ലെങ്കിൽ ഈ സുവർണ ജൂബിലിയുടെ തുടർച്ചയായ ഈ ശതാബ്ദിയുടെ ബലിവേദിയുടെ മധ്യത്തിൽ ദൈവം അനുവദിച്ചാൽ നിൽക്കാൻ എന്നെയാണ് ദൈവം നിയോഗിച്ചതെന്ന് ഓർക്കുമ്പോൾ അവിടെയാണ് ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത കാണുന്നത്. ഈ സഭ എങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കുന്ന ഇതുപോലത്തെ കാഴ്ചകളും ദൈവ നടത്തിപ്പിൻ്റെ അനുഭവങ്ങളും വലിയ ഒരു കൈമുതലാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിതാവേ വല്ലതും കഴിച്ചോ, വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന മിഷനുകളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക്. ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന അമ്മമാരും അപ്പച്ചന്മാരുമുള്ള ഒരു സഭയാണ് ഞങ്ങളുടേത്. സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്ക് ബലം നൽകുന്ന ഏറെ അച്ഛന്മാരും കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന, സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്ത് ജപമാല പ്രാർത്ഥിക്കുന്ന, കുർബാനയുടെ മുമ്പിൽ കമിഴ്ന്നു കിടക്കുന്ന കുറച്ച് പാവപ്പെട്ട കന്യാസ്ത്രീകളും ഈ സഭയിൽ. അതാണ് ഈ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയും പ്രത്യാശയും തരുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയാം, എൻ്റെ ഈ മേൽപ്പെട്ട ശുശ്രൂഷയിൽ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ 42-ാമത്തെ വയസ്സിൽ മെത്രാനായി അഭിഷിക്തനായി. 48-ാമത്തെ വയസ്സിൽ ഞാൻ സഭയുടെ അധ്യക്ഷനായി. 46-ാം വയസ്സിൽ തിരുവല്ലയിലെ ആർച്ച് ബിഷപ്പായി. 53-ാമത്തെ വയസ്സിൽ കർദിനാളായി. ഇപ്പോൾ 69 വയസ്സിൽ നടക്കുന്നു.